ക്ഷാമകാലത്ത് നമ്മെ ക്ഷേമമായി പോറ്റുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാവായ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചു. എന്നാൽ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ ദേശത്തെങ്ങും ക്ഷാമം വന്നപ്പോൾ അത് അബ്രഹാമിനെയും ബാധിച്ചു. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തെ പരമാർത്ഥയോടെ സേവിച്ചു. ദേശത്തെങ്ങും ക്ഷാമം വന്നപ്പോൾ അത് ഇസഹാക്കിനെയും ബാധിച്ചിരുന്നു. ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ് ദൈവത്തെ പരമാർത്ഥതയോടെ സേവിച്ചു. ദേശത്തെങ്ങും ക്ഷാമം വന്നപ്പോൾ അത് യാക്കോബിനെയും ബാധിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ക്ഷാമകാലത്ത് ദൈവം ക്ഷേമമായി പോറ്റി. അല്പനേരത്തേക്ക് ഒരു ക്ഷാമം അവരെ ബാധിച്ചെങ്കിലും അവർ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറായപ്പോൾ, ദൈവത്തിനായി കാത്തിരുന്നപ്പോൾ അത്ഭുതകരമായ വഴികളും കരുതലുകളും ദൈവം അവർക്കായി വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യില്ല എന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി ദൂത് പറഞ്ഞ ഏലിയാവ് എന്ന പ്രവാചകന് വേണ്ടി ആ ക്ഷാമകാലത്ത് കാക്കയെ അയച്ച് ആഹാരം കൊടുത്തവരാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവം ക്ഷാമകാലത്ത് നിങ്ങളെ ക്ഷേമമായി പോറ്റും. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. ക്ഷാമകാലത്ത് ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ വലിയ കഷ്ടത്തിൽ എലീഷായുടെ അടുക്കൽ വന്ന് നിലവിളിക്കുകയാണ്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, യഹോവ ഭക്തനായിരുന്നു. ഇപ്പോൾ ഇതാ കടം നിമിത്തം എൻ്റെ 2 മക്കളെ കടക്കാരടിമകളാക്കി കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. എലീഷ പ്രവാചകൻ വിശ്വാസത്തോടെ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ഭരണി എണ്ണയുണ്ട്. പ്രവാചകൻ പറഞ്ഞു, പാത്രങ്ങൾ ശേഖരിക്കുവിൻ, പാത്രങ്ങൾ കുറയ്ക്കരുത്. ഭരണിയിലെ എണ്ണ ഒഴിഞ്ഞ പാത്രങ്ങളിലേക്ക് പകരുവിൻ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ആ സ്ത്രീ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഭരണിയിലെ എണ്ണ വർദ്ധിക്കാൻ തുടങ്ങി. ഭരണിക്കകത്ത് ഒരു ഉറവ ഉണ്ടായതുപോലെ പാത്രങ്ങൾ നിറച്ചിട്ടും എണ്ണ തീരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ക്ഷാമകാലത്താണ് ദൈവം തൻ്റെ ഭക്തരെ ഇങ്ങനെ നടത്തിയത്. അവരുടെ കടം വീട്ടി എന്ന് മാത്രമല്ല, ഒരു മക്കളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിനായിട്ടുള്ളത് മുഴുവനും ദൈവം കരുതുകയാണ്. ദൈവം കരുതുന്നവനാണ്. നിങ്ങൾ ദൈവത്തിൽ ഇന്ന് പകൽ ആശ്രയിക്കുമെങ്കിൽ ക്ഷാമകാലത്ത് ദൈവം നിങ്ങളെ ക്ഷേമമായി പോറ്റും. വിശ്വാസത്തോടെ വചനത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.